പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പാപം. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് പാപം. മനുഷ്യൻ സ്വന്തം ഇഷ്ടത്താൽ ദൈവത്തിൽ നിന്നും അകലുന്നു. ആയതിനാൽ ദൈവേഷ്ടത്തിൻ്റെ അനുസരണക്കേടാണ് പാപം എന്ന് പറയാം. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഘടകമല്ല. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവവുമായുള്ള സംസർഗത്തിൽ ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മാത്രമല്ല, സൃഷ്ടിയുടെ മധ്യസ്ഥനും ദൈവവുമായി സൃഷ്ടിയെ ഒരുമിപ്പിക്കുന്ന കേന്ദ്രവും മനുഷ്യൻ തന്നെയായിരുന്നു. ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയ മനുഷ്യൻ ദൈവേഷ്ടത്തിനെതിരെ സ്വന്തം ഇഷ്ടം സ്ഥാപിക്കുവാൻ ശ്രമിച്ചതോടെ ഭൂമിയിൽ ഭിന്നത ഉയർന്നു. ദൈവവും മനുഷ്യനും തമ്മിലും, മനുഷ്യനും പ്രപഞ്ചവും തമ്മിലും അനൈക്യം ഉടലെടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. സർവ നന്മയുടെയും പൂർണ്ണതയായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ സ്വഭാവം പാപകരമല്ല. അതിൻ്റെ അടിസ്ഥാന ഘടകമായ സ്വാതന്ത്ര്യത്തിൻ്റെ വേരൂന്നി ദൈവസാദൃശ്യത്തിൽ വളരുക എന്നതായിരുന്നു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവോദ്ദേശം. ഇപ്രകാരം ദൈവം തന്നിലെ കേന്ദ്രമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ കേന്ദ്രമാക്കി തന്നിൽ പ്രതിഷ്ഠിച്ചതാണ് പാപത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, പാപം എന്നത് നമ്മളെല്ലാവരും ചിന്തിക്കും പാപം എന്നാൽ നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളാണ് എന്ന്. എന്നാൽ യഥാർത്ഥ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നാം ദൈവത്തിൽ നിന്നും അകലുന്നതാണ് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചത്. പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കാൾ പാപമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് മനുഷ്യനെ തിരിക്കുക എന്നതായിരുന്നു വിശുദ്ധ പൗലോസ്ലീഹായുടെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ റോമാലേഖനം 7-ാം അധ്യായം പ്രത്യേകമായും ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകി വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സൃഷ്ടിശക്തിയുമുള്ളവനാകിയാൽ അവൻ മാറ്റത്തിന് വിധേയനാണ് എന്ന് അവൻ മനസ്സിലാക്കാതെയാണ് തെറ്റുകളൊക്കെയും മുമ്പോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവന് ഈ മരണം തന്നെ അവൻ്റെ ഒരു അനിവാര്യമായ സംഗതിയായി മാറിയത്. പാപത്താലുള്ള മനുഷ്യ സ്വഭാവത്തിൻ്റെ ശിഥിലീകരണം ശരീരത്തിലല്ല, ആത്മാവിലാണ് ആരംഭിച്ചത് എന്ന് മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത് ആദാമിൻ്റെ പാപത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ആദാമിൻ്റെ പാപമാണ് നമ്മുടെ പാപത്തിൻ്റെ ഹേതു. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും കടന്നുകൂടിയെന്ന് റോമർ 5:12 പറയുന്നുണ്ട്. ആദാമിൻ്റെ പാപം എന്തായിരുന്നു? അനുസരണക്കേട് എന്ന ഒറ്റ വാക്കിൽ പറയാം. ഏദൻ തോട്ടത്തിന് വെളിയിലുള്ള നിലത്തെ പൊടി കൊണ്ട് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവീക ജീവശാസ്ത്രത്താൽ ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യനെ ഏതൊരു തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനുമായി ദൈവമാക്കി. ദൈവേഷ്ടവും മനുഷ്യേഷ്ടവും ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുകൂലമോ പ്രതികൂലമോ അവൻ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവനെ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചത്. അതായത് അവനോട് എന്തു പറയുന്നുവോ അത് മാത്രം അവൻ ചെയ്യുക. അതായത് സ്വന്തം ഇഷ്ടത്താൽ അനുകൂലമായോ പ്രതികൂലമായോ ചെയ്യുവാൻ അവന് അവകാശം ഇല്ലായിരുന്നു.
അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമേ അവിടുത്തെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം എന്ന് അവൻ സാധനത്തിൽ നിശ്ചയിച്ചു. ഇതാണ് ആദാമിൻ്റെ യഥാർത്ഥ പാപം എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് റോമർ 6:23 പറയുന്നുണ്ട്. അത് പാപം ചെയ്തതുകൊണ്ടാണ് മരണം അനിവാര്യമായത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകും. അതായത് നാം 10 കൽപ്പന ലംഘിക്കുന്നതോ അല്ലെങ്കിൽ സഭയുടെ നമുക്ക് പറഞ്ഞു തന്നതായ ആ കാര്യങ്ങളൊന്നും നമ്മൾ ലംഘിക്കുന്നു അല്ല മെയിൻ പാപം. യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നും ദൂരെ നിൽക്കുന്നത്, അത് അകലുന്നതാണ് ഏറ്റവും വലിയ പാപം. അത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും വേദ പുസ്തകം വായിച്ച് ഗ്രഹിക്കുവാനും ഭക്തിഗാനങ്ങൾ ആലപിക്കുവാനും സൽപ്രവൃത്തികൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ പിന്നീട് നമ്മുടെ ആ 10 കൽപ്പന അനുസരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പുരോഹിതന്മാർ സമയാസമയങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട്, പാപത്തിലേക്ക് വീഴാതിരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.